السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളായ നമ്മെ ഓരോരുത്തരെയും പടച്ചത് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്കുള്ള ഇബാദത്തിനു വേണ്ടിയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകിയ ഈ ആയുസ് അത് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകും. ആ മടങ്ങിപ്പോക്ക് അതെപ്പോഴായിരിക്കും എന്ന് നമുക്കൊരാൾക്കും അറിയുകയില്ല. എന്നാൽ ആ മടങ്ങിപ്പോക്ക് അത് പ്രതീക്ഷിച്ച് ഇരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ദുനിയാവിലെ യാത്രകൾ ചെറുതാവട്ടെ വലുതാവട്ടെ, ആ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ വാഹനത്തിൽ കയറിയാൽ ചൊല്ലുന്ന പ്രാർത്ഥന സൂറത്തു സുഖ്റുഫിലെ ആയത്തുകളാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എനിക്ക് ഈ വാഹനം കീഴ്പ്പെടുത്തി തന്നത്. എന്നെക്കൊണ്ട് ഇത് കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഓരോരുത്തരും പറയുന്ന വാക്കെന്താണ്? വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. തീർച്ചയായും നാം നമ്മുടെ റബ്ബിലേക്ക് തിരിച്ചു പോവേണ്ടവരാണ്. സഹോദരങ്ങളെ, പരലോകം, യൗമുൽ ആഖിർ, അത് ദുനിയാവിലെ ഒരു ചെറിയ യാത്ര വരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ പരലോകത്ത് അർളുൽ മഹ്ശറിൽ വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് എന്നോടെന്നതുപോലെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അർളുൽ മഹ്ശറിൽ ഒരു തണല് പോലും ഇല്ലാത്ത ആ അർളുൽ മഹ്ശറിൽ ചില ആളുകൾക്ക് അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണൽ നൽകുന്നതാണ്. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസിലാണ് ആ സൗഭാഗ്യം ലഭിച്ച ആളുകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ച് നൽകിയിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്അത്തുൻ, 7 വിഭാഗം ആളുകൾ, യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അല്ലാഹുവിൻ്റെ തണൽ നൽകുന്നതാണ്. ആ ദിവസം മറ്റൊരു തണലും ഇല്ലാത്ത ദിവസത്തിൽ, അഥവാ ഏതൊരു ദിവസമാണോ മറ്റൊരു തണലുമില്ലാത്ത ദിവസം, ആ ദിവസത്തിൽ
സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റു ചില ഹദീസുകളിൽ നമുക്ക് കാണാം എന്താണ് ഈ തണലിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് ഈ തണൽ, അള്ളാഹു നൽകുന്ന അർശിൻ്റെ തണൽ ഇത്രമാത്രം മഹത്തരമായത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുദ്ന ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ്. സൂര്യൻ സൃഷ്ടികളിലേക്ക് ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ അടുത്തേക്ക് വരും. ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ. എത്രത്തോളം? അവരിലേക്കൊരു മൈലോളം അടുത്ത്. ഈ ഹദീസ് റിവായത്ത് ചെയ്ത റാവിമാരിൽപ്പെട്ട സുലൈം ഇബ്നു ആമിർ റഹിമഹുല്ലാ, അദ്ദേഹം ഈ ഹദീസ് പറയുമ്പോൾ പറയുകയാണ്, ഫവല്ലാഹി മാ അദ്രി മാ യഅനി ബിൽ മീൽ. അല്ലാഹുവാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൈല് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്ന് എനിക്കറിയില്ല. അമസാഫത്തൽ അർളി അമിൽ മീൽ അല്ലദി തുക്തഹലു ബിഹിൽ ഐൻ. ദുനിയാവിൽ ഒരു മൈൽ എന്ന അളവാണോ, അതല്ല സുറുമക്കോൽ, അതിന് മൈൽ എന്ന് പറയും, അതാണോ എന്നെനിക്കറിയില്ല. ദുനിയാവിലെ ഒരു മൈൽ എന്നാൽ ഏതാണ്ട് 1 കിലോമീറ്ററും അതുപോലെ ഒരു 600 മീറ്ററും അത്രേ ഉള്ളൂ. ഇതാണോ ഉദ്ദേശിച്ചത്? അതല്ല. സുറുമക്കോലിന് മൈൽ എന്ന് അറബിയിൽ പറയും. സുറുമക്കോൽ എന്നാൽ എത്ര വലിപ്പമുണ്ടാവും? നമ്മുടെ ചെറുവിരൽ, അതിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. ഇത്രയും അടുത്തേക്ക് വരുമെന്നാണോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നെനിക്കറിയില്ല. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമുക്ക് സൂര്യൻ ഉദിച്ചു ഉയർന്നാൽ അതിലേക്ക് നേരിട്ട് നോക്കാൻ സാധിക്കുകയില്ല. എത്ര ദൂരത്താണ് അതുള്ളത്? അത്രയും ദൂരത്തായിട്ട് കൂടി നമുക്ക് അത് നോക്കാൻ സാധിക്കുന്നില്ല. വേണ്ട താപനില ഒന്ന് ഉയർന്നാൽ നമുക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ കൂടിപ്പോയാൽ എത്രയാണ് വരാറുള്ളത്? 33, 35, 37. അടുത്ത കാലത്ത് അറബ് നാടുകളിൽ 40-ന് മുകളിലായിട്ട് തന്നെ. എന്താണ് ആളുകളുടെ ഒരവസ്ഥ? ചൂട്, അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് പലരും പറയുകയുണ്ടായി. നമുക്ക് അത്രയും ഒരു ചൂട് ഇതുവരെ വന്നിട്ടില്ല. എത്ര ഉയരത്തിൽ നിന്നാണ് ആ ചൂട് വന്നെത്തുന്നത് എന്ന് നോക്കൂ. ആ സൂര്യൻ ഒരു മൈൽ അടുത്തേക്ക് വന്നാൽ സഹോദരങ്ങളെ, എന്തായിരിക്കും ആ ചൂടിൻ്റെ അവസ്ഥ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിലേക്ക് സൂര്യൻ അടുത്തു വരുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ വാക്ക് നമുക്ക് കാണാം. ഫയകൂനു നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അറഖി. അന്ന് ജനങ്ങൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈഹി. ചില ആളുകളുടെ വിയർപ്പ് എന്നത് അവരുടെ നരിയാണികൾ വരെയായിരിക്കും. വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈഹി. ചില ആളുകളുടെ വിയർപ്പ് എന്നത് അവരുടെ കാൽമുട്ടുകൾ വരെയായിരിക്കും. വമിൻഹും മൻ യകൂനു ഇലാ ഹഖ്വൈഹി. ചില ആളുകളുടെ അര വരെയായിരിക്കും. വമിൻഹും മൻ യുൽജിമുഹുൽ അറഖു ഇൽജാമാ. ഖാല, റാവി പറയുകയാണ്, വ അശാറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ഇലാ ഫീഹി. ചില ആളുകൾ അവരുടെ വിയർപ്പ് മുക്കിക്കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വായ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇതുവരെ എന്ന് പറഞ്ഞാൽ വായ വരെ മുങ്ങിപ്പോകുന്ന രൂപത്തിൽ വിയർപ്പിലായിരിക്കും. ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ, അന്ന് ചൂടിനെ തടുക്കാൻ ഒരു ഉപകരണവും ഒരാശ്വാസ കേന്ദ്രവും ഒരു തണലും നമുക്കൊരാൾക്കും ലഭിക്കുകയില്ല. ഒരു മരത്തണൽ ഉണ്ടാവുകയില്ല, അതല്ലെങ്കിൽ ഒരു പന്തൽ, അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് തണൽ ഇട്ട് നൽകിയാലല്ലാതെ സമാധാനത്തിൽ നിൽക്കാൻ സാധിക്കുകയില്ല. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ
അദ്ദേഹം ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞതായി കാണാം. ഫളായിലുൽ അഅമാലുമായി ബന്ധപ്പെട്ട് അഥവാ അമലുകളുടെ ശ്രേഷ്ഠതകളുമായി ബന്ധപ്പെട്ട് റിവായത്ത് ചെയ്യപ്പെട്ട മനോഹരമായ ഒരു ഹദീസാണിത്. നമ്മൾ വായിക്കാൻ പോകുന്ന ഹദീസ്. എന്നിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, ജഅൽനാ മിൻഹും ബിറഹ്മതിഹി ആമീൻ. ദുആ ജഅൽനാ മിൻഹും ബിറഹ്മതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരാമർശിക്കപ്പെട്ട 7 വിഭാഗങ്ങളിൽ നമ്മെയും ഉൾപ്പെടുത്തട്ടെ അവന്റെ കാരുണ്യത്താൽ. ആമീൻ. എത്ര മഹത്തരമാണ് സഹോദരങ്ങളെ. ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട 7 വിഭാഗങ്ങളെ നമുക്ക് കാണാം. ഒന്നാമത്തേത് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. രണ്ടാമത്തേത് വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, ഒരു യുവാവ്. ആ യുവാവിന്റെ പ്രത്യേകത അവൻ തൻ്റെ റബ്ബിനുള്ള ഇബാദത്തുകളിൽ വളർന്നു വന്നവനാണ്. മൂന്നാമത്തേത് വറജുലുൻ, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ. ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, അവന്റെ ഹൃദയം പള്ളികളുമായി ഊട്ടി ഉറപ്പിക്കപ്പെട്ടതാണ്, ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നാലാമത്തേത് വറജുലാൻ, 2 പേർ. തഹാബ്ബ ഫില്ലാഹ്, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചു. ഇജ്തമഅ അലൈഹി, അതിന്റെ പേരിൽ അവർ ഒരുമിച്ചുകൂടി. വതഫറഖ അലൈഹി, അതിലായിരിക്കെ അവർ വേർപിരിഞ്ഞു. അഞ്ചാമത്തേത് വറജുലുൻ, ഒരു പുരുഷൻ. ദഅത്ഹു ഇംറഅത്തുൻ, അയാളെ ഒരു സ്ത്രീ വിളിക്കുകയുണ്ടായി, അഥവാ വ്യഭിചാരത്തിന് വിളിക്കുകയുണ്ടായി. ദാതു മൻസിബിൻ വജമാൽ, നല്ല തറവാടിത്തമുള്ള, ഭംഗിയുള്ള, സൗന്ദര്യമുള്ള ഒരു പെണ്ണ് വ്യഭിചാരത്തിന് വിളിക്കുകയുണ്ടായി. ഫഖാല, അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, തീർച്ചയായും ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ആറാമത്തെ ആൾ വറജുലുൻ, ഒരു മനുഷ്യൻ. തസദ്ദഖ ബിസദഖ, അയാൾ ഒരു സദഖ നൽകി. ഫഅഖ്ഫാഹ, ആ സദഖയെ അയാൾ ഗോപ്യമായി രഹസ്യമാക്കി വെച്ചു. എത്രത്തോളം? ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, വലത് കൈ കൊണ്ട് അയാൾ കൊടുത്തത് അയാളുടെ ഇടത് കൈ പോലും അറിയാത്ത രൂപത്തിലാണ് അയാൾ സദഖ കൊടുത്തത്. ഏഴാമത്തെ ആൾ വറജുലുൻ, ഒരു മനുഷ്യൻ. ദക്കറല്ലാഹ ഖാലിയൻ, അയാൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തു. ഫഫാദത ഐനാ, അയാളുടെ കണ്ണുകൾ ഈറനണിഞ്ഞുപോയി, അയാൾ കരഞ്ഞുപോയി. 7 വിഭാഗങ്ങൾ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ. 7 വിഭാഗങ്ങളുടെ പ്രത്യേകത എന്താണ്? ഈ പറഞ്ഞ ആളുകളെല്ലാം തങ്ങളുടെ ദേഹേച്ഛകൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ അവരുടെ കൺമുന്നിൽ, അവരുടെ കൈകളിൽ വന്ന് കിട്ടിയിട്ടും അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചവരാണ്, അതല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. തങ്ങളുടെ ഇച്ഛകളോ തങ്ങളുടെ ആഗ്രഹങ്ങളോ തങ്ങളുടെ മറ്റു കാര്യങ്ങളോ അവരെ ഈ കാര്യത്തിൽ നിന്ന് തടഞ്ഞില്ല. അതാണ് ഈ 7 വിഭാഗത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് സഹോദരങ്ങളെ, അൽ ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ അദ്ദേഹം ദുആ ചെയ്തതുപോലെ അള്ളാഹു എന്നെയും നിങ്ങളെയും അവൻ്റെ കാരുണ്യത്താൽ ഈ കൂട്ടരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പണ്ഡിതന്മാർ പറഞ്ഞു, അദ്ദേഹം തന്നെ പറഞ്ഞതായി കാണാം, ഈ തണൽ കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാളിൻ്റെ ഹൗൽ, ആ ഭയാനകതയും ഭീകരതയും അവരെ ബാധിക്കുകയില്ല. ഖിയാമത്ത് നാളിൻ്റെ നേരത്തെ പറഞ്ഞ സൂര്യൻ അടുത്തു വന്ന് നിൽക്കുമ്പോഴുള്ള ഭീകരതയും ഭയാനതയും, അർദുൽ മഹ്ശറിലെ ആ പ്രയാസം, ഇതൊന്നും അവരെ ബാധിക്കുകയില്ല. അവർ സുരക്ഷിതരായിരിക്കും. അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇതിലെ ഓരോ വിഭാഗത്തെയും നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറെയും ചില ഹദീസിൽ കാണാം, നീതിമാനായ ഇതുപോലെയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ വലിയ ശ്രേഷ്ഠതയിലായിരിക്കും, ഉന്നതമായ സ്ഥാനങ്ങളിലായിരിക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ പ്രകാശത്തിലായിരിക്കും, റബ്ബിൻ്റെ പ്രകാശം ലഭിച്ച ആളുകളുടെ കൂട്ടത്തിലായിരിക്കും അവരുണ്ടാവുക.
ഇത് സഹോദരങ്ങളെ അധികാരമുള്ള ഉത്തരവാദിത്തമുള്ള എല്ലാവരും ഇതിൻ്റെ പരിധിയിൽ വരും. അതിലൊന്നാമത്തത് ഭരണാധികാരിയാണ്, അതിൽ സംശയമില്ല. അഥവാ ജനങ്ങൾക്ക് മീതെ ജനങ്ങൾക്കുമേൽ ഭരണം ഏറ്റെടുത്ത ഇമാമായിട്ടുള്ള ഭരണാധികാരിയായിട്ടുള്ള ഒരാൾ, ആ വ്യക്തിയാണ് ഇതിൽ ആദ്യമായിട്ട് ഉൾപ്പെടുക. ബാക്കി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഏതൊക്കെ ഉത്തരവാദിത്തമുള്ള ആളുകളുണ്ടോ അവരൊക്കെ ഈ പരിധിയിൽ വരും. അവരൊക്കെ തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നീതി കാണിക്കുന്ന കാലത്തോളം അവർക്ക് ഈ ശ്രേഷ്ഠത ലഭിക്കുമെന്നാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഇമാമുൻ ആദിൽ ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടത്? അധികാരം കിട്ടുമ്പോഴാണ് പൊതുവെ ആളുകൾ അതിക്രമം ചെയ്തു പോവുക. പൊതുവെ ജനങ്ങൾക്ക് മേൽ അധികാരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തും ചെയ്യാം. മറ്റൊരു ഭരണകൂടം വന്ന് അട്ടിമറിക്കുന്നത് വരേക്കും ഇവരുടെ കൈകളിലാണ് അധികാരം. എന്തും ചെയ്യാം, എങ്ങനെയും ഭരിക്കാം. അപ്പൊ തങ്ങളുടെ ദേഹേച്ഛക്കനുസരിച്ച് എന്തും ചെയ്യാമെന്നൊരവസ്ഥ ഉണ്ടായിരിക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നീതിപൂർണമായി ഒരാൾ ഭരണം കാഴ്ചവെച്ചാൽ അള്ളാഹു 7 വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തും. നേരത്തെ പറഞ്ഞില്ലേ, ദേഹേച്ഛകൾ, മറ്റു കാര്യങ്ങൾ, ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങൾ, ഇതൊക്കെ മറികടന്നിട്ടാണ് ഒരാൾ ഈ പദവിയിലെത്തുന്നത്. നോക്കൂ, ഒരു ഭരണാധികാരി അയാൾ നന്നായാൽ, നീതിമാനായാൽ ആ സമൂഹം മുഴുവനും നന്നായിത്തീരും. ഭരണാധികാരിയുടെ നന്മ സമൂഹത്തിന് മുഴുവനും ഉള്ള നന്മയാണ്. അതുകൊണ്ടാണ് മുൻഗാമികളായ പണ്ഡിതന്മാർ മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്നി ലഅദ്ഉ ലിൽ ഖലീഫ, തീർച്ചയായും ഞാൻ ഖലീഫക്ക് വേണ്ടി, ഭരണാധികാരിക്ക് വേണ്ടി ദുആ ചെയ്യുക തന്നെ ചെയ്യും. ബിത്തൗഫീഖി വത്തസ്ദീദി ബില്ലൈലി വന്നഹാർ, രാപ്പകലുകളിൽ അദ്ദേഹത്തിന് തൗഫീഖ്, നന്മക്കുള്ള തൗഫീഖ് നൽകാനും അദ്ദേഹത്തെ നേരായ പാതയിൽ ഉറപ്പിച്ചു നിർത്താനുമൊക്കെ റബ്ബിനോട് രാപ്പകലുകളിൽ ഞാൻ ദുആ ചെയ്യുക തന്നെ ചെയ്യും. അദ്ദേഹം പറഞ്ഞു, വഅറാ ദാലിക വാജിബൻ അലയ്യ, ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മേൽ അത് നിർബന്ധമാണ് എന്നാണ്. കാരണം അദ്ദേഹത്തിന് തൗഫീഖും സദാദും കിട്ടിയാൽ ഉമ്മത്ത് നന്നാവും, ഭരണത്തിന് കീഴിലുള്ള പ്രജകൾക്ക് അതിൻ്റെ നന്മ ലഭിക്കും. ഭരണാധികാരി മോശമായി പോയാലോ? കീഴിലുള്ള പ്രജകളാണ് അതിൻ്റെ എല്ലാ തിക്തഫലവും അനുഭവിക്കേണ്ടത്. നോക്കൂ, ഇമാം ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രസിദ്ധമായ വാക്ക് നമുക്ക് കാണാം, ലൗ കാനത് ലി ദഅവത്തുൻ മുസ്തജാബ, ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥന എനിക്കുണ്ടെങ്കിൽ ലജഅൽതുഹാ ലിസുൽത്താൻ, മുസ്ലിമായ ഭരണാധികാരിക്ക് വേണ്ടി ഞാനത് നിർവഹിക്കുമായിരുന്നു. കാരണം വദാലിക ലിഅന്ന സലാഹ സുൽത്താനി സലാഹുൻ ലിർറഇയ്യ, ഒരു സുൽത്താന്റെ, ഒരു ഭരണാധികാരിയുടെ നന്മ എന്നത് കീഴിലുള്ള ആളുകൾക്ക് നന്മ ലഭിക്കാൻ അത് കാരണമാണ്. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ നൽകുന്നതല്ല. അർശിന്റെ തണൽ നീതിമാനായ ഒരു ഭരണാധികാരിക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അതിനു മാത്രം പ്രയത്നമുണ്ട്, അതിനു മാത്രം അദ്ദേഹം, ആ വ്യക്തി സൂക്ഷ്മത കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഉത്തരവാദിത്തമുള്ള എല്ലാവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലുകും റാഇൻ, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. വമസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഒന്നാമത്തത് ഫൽ ഇമാമു റാഇൻ, ഒരു ഇമാം, ഒരു ഭരണാധികാരി, അദ്ദേഹം ഉത്തരവാദിത്തമുള്ള ആളാണ്. വമസ്ഊലുൻ അൻ റഇയതിഹി, തൻ്റെ കീഴിലുള്ള പ്രജകളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദ്യം ചെയ്യപ്പെടും. ഇതുപോലെ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുരുഷനെ കുറിച്ച്, ഒരു സ്ത്രീയെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും
ഉത്തരവാദിത്തമുള്ളവരാണ്. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, ഉത്തരവാദിത്തം നമുക്കാണ്. ആ ഉത്തരവാദിത്തത്തിൽ നമ്മൾ നീതി പാലിച്ചില്ല എങ്കിൽ കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെ ഏത് ഉത്തരവാദിത്തം നമ്മുടെ കീഴിൽ വന്നു കിട്ടുന്നുവോ അതിൽ നീതി പാലിക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മാ മിൻ അബ്ദിൻ യസ്തറഈഹി അല്ലാഹു റഈയതൻ, ഏതൊരടിമയുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ കീഴിൽ ചില ഉത്തരവാദിത്വം നിശ്ചയിക്കുകയുണ്ടായി, എന്നിട്ട് യമൂതു യൗമ യമൂതു വഹുവ ഗാശുൻ ലിറഇയതിഹി, അയാൾ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാതെ അതിൽ വഞ്ചന കാണിച്ചവനായി മരിച്ചുപോയാൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു അയാൾക്ക് സ്വർഗം ഹറാമാക്കാതിരിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഉത്തരവാദിത്വം എന്നത് വലിയ കാര്യമാണ്. അത് ഭരണാധികാരി മുതൽ ഇങ്ങോട്ട് നാട്ടിലെ മുഴുവൻ ഭരണ കാര്യമാണെങ്കിലും തങ്ങളുടെ വീട്ടിലെ കാര്യമാണെങ്കിലും അതല്ല ഏതൊരു ഉത്തരവാദിത്തമുള്ള മേഖലയാണെങ്കിലും അതിൽ നീതി പുലർത്തുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തണലുമില്ലാത്ത ദിവസത്തിൽ അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അർശിന്റെ തണലിട്ട് നൽകും. ഇതാണ് ഒന്നാമത്തെ വിഭാഗം ഇതാണ്. രണ്ടാമത്തെ വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശാബുൻ, ഒരു യുവാവ്. ആ യുവാവിന്റെ പ്രത്യേകത എന്താണ്? നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലെങ്കിൽ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, ആ യുവാവ് തൻ്റെ റബ്ബിനുള്ള ഇബാദത്തിലായിക്കൊണ്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇവിടെ യുവാക്കൾ, യൗവനത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം യൗവനം എന്നത് എന്തിനും പോകുന്ന ഒരു കാലഘട്ടമാണ്. യുവത്വം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ദുർബലതകൾക്കിടയിൽ ഒരു മനുഷ്യന് നൽകുന്ന സുവർണ കാലഘട്ടമാണ്. ഏതൊക്കെയാണ് രണ്ട് ദുർബലതകൾ? ഒന്ന്, ജനിച്ചു വീഴുമ്പോൾ ദുർബലനാണ്, ലഈഫാണ്, കുഞ്ഞായി ദുനിയാവിലേക്ക് വന്ന് വീഴുമ്പോൾ ഒന്നിനും കഴിയാത്ത ഒരവസ്ഥയാണ്. പിന്നീട് ഈ കാലഘട്ടം കഴിഞ്ഞാൽ അടുത്ത യൗവനം അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ദുർബലതയാണ്. നോക്കൂ, ചെറിയ കുട്ടികളെ നോക്കൂ, നല്ല ഉഷാറിൽ ഓടി നടക്കും. യൗവനം അതും നല്ല ഒരു കാലഘട്ടമാണ്. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ദുർബലതയിലേക്ക് വന്നു. ഇപ്പൊ രണ്ട് ദുർബലതകൾക്കിടയിലാണ് അള്ളാഹു യൗവനമെന്ന നല്ല ഒരു കാലഘട്ടം തന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തെ യഥാർത്ഥ രൂപത്തിൽ ഉപയോഗിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അർശിന്റെ തണൽ നൽകുമെന്നാണ്. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? തൻ്റെ റബ്ബിനുള്ള ഇബാദത്തിൽ മുഴുകിക്കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, യൗവനം അത് നശിക്കാൻ എങ്ങനെ നശിച്ചു എന്ന് ചോദിക്കേണ്ടതില്ല. ഒരു യുവാവ് യൗവനത്തിൽ ഇരിക്കുന്ന ഒരു ആണാവട്ടെ പെണ്ണാവട്ടെ നശിച്ചു പോയാൽ എങ്ങനെ നശിച്ചു എന്ന് ചോദിക്കേണ്ടതില്ല. കാരണം നശിക്കാനുള്ള വഴികൾ ധാരാളക്കണക്കിനാണ്. രക്ഷപ്പെട്ടവരെങ്ങനെ രക്ഷപ്പെട്ടു എന്നേ ചോദിക്കേണ്ടതുള്ളൂ. ആണ് വലിയ കാര്യം. നോക്കൂ, തൻ്റെ റബ്ബിനുള്ള ഇബാദത്തിലായിക്കൊണ്ട് വളർന്നു വന്ന ഒരു യുവാവ്, ആ യുവാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അർശിന്റെ തണൽ നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിരവധി ഹദീസുകൾ നമുക്ക് കാണാം. യുവത്വത്തെ പരിഗണിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ ദീൻ. പ്രത്യേകമായി ഉപദേശങ്ങൾ, സാരോപദേശങ്ങൾ യുവത്വത്തിലിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തലുകൾ നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്, താക്കീതുകൾ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു യുവാവ് വന്നപ്പോൾ ആ യുവാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകുകയുണ്ടായി. ആ ഉപദേശത്തിൽ അവിടുന്ന് ആരംഭിച്ചത്,
ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, നീ 5 കാര്യങ്ങൾക്ക് മുന്നേ 5 കാര്യങ്ങൾ മുതലെടുക്കുക. ഒന്നാമത്തെ കാര്യം ശബാബക്, നിന്റെ യൗവനം. നിന്റെ യൗവനം, നിന്റെ യുവത്വം നീ മുതലെടുക്കുക. ഖബ്ല ഹറമിക്, നീ വയസ്സാവുന്നതിന് മുന്നേ. എന്തൊരു ഉപദേശമാണ്! പ്രായം ചെന്നിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല. വയസ്സുകൾ, സമയം നമ്മെ കാത്തു നിൽക്കുകയില്ല. ഇന്നലകളിൽ കളിച്ചു നടന്ന ചെറിയ കുട്ടികളാണ് ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഇന്നോ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മെപ്പോലെ കറുത്ത താടിയും കറുത്ത തലമുടികളുമായി ഉണ്ടായിരുന്ന ആളുകളാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ബഹുമാന്യരായ പ്രായം ചെന്ന ആളുകൾ. അവർക്ക് ഇന്നലകളിൽ നമ്മളെപ്പോലെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ നരച്ച താടി കറുത്ത താടിയായിരിക്കും, കറുത്ത തലമുടിയായിരിക്കും. നല്ല ആരോഗ്യമുണ്ടായിട്ടുണ്ടാകും. നിലത്തിരിക്കാം, എഴുന്നേൽക്കാം, സുജൂദ് ചെയ്യാം. യാതൊരു പ്രയാസവുമില്ലാത്ത നല്ല ഒരു ആരോഗ്യത്തിന്റെ കാലഘട്ടം അവർക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നോ ദൗർബല്യത്തിലാണ്, വാർദ്ധക്യത്തിലാണ്. എല്ലുകൾക്ക് ക്ഷയം വന്നു, തലമുടികൾ നരച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ വളർന്നു വരിക എന്നത് വലിയ തൗഫീഖാണ്. നോക്കൂ, ഈ ഇരിക്കുന്ന നമ്മൾ അൽഹംദുലില്ലാ, അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്ത് നമ്മൾ പുറത്തിറങ്ങിയിട്ടൊന്ന് നോക്കൂ. ഇതേ പ്രായത്തിലുള്ള ഇതുപോലെയുള്ള എത്ര ആളുകളുണ്ട്. ഈ പറഞ്ഞതോ ഈ കാര്യങ്ങളോ ഖുർആനോ സുന്നത്തോ നിസ്കാരമോ ബാങ്ക് വിളിയോ ദീനിന്റെ അടിസ്ഥാനങ്ങളോ ഒന്നും അറിയാതെ ചിന്തിക്കാതെ അങ്ങാടികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന എത്ര യുവാക്കളുണ്ട്. കണ്ടിട്ടില്ല നമ്മൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തെരഞ്ഞെടുത്തു. അൽഹംദുലില്ലാ, നമ്മൾ ഉറപ്പിച്ചു നിർത്തട്ടെ. മരണം വരെ അള്ളാഹു നിലനിർത്തി നൽകുമാറാവട്ടെ. സഹോദരങ്ങൾ, വലിയ കാര്യമാണത്. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ആയി വളർന്നു വരാൻ സാധിക്കുക എന്നത് വലിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ അർബഇൻ. 4 കാര്യങ്ങൾ ചോദിക്കപ്പെടുന്നതിന് മുന്നേ ഒരടിമയുടെ 2 കാലുകളും ഖിയാമത്ത് നാളിൽ അവന് ഒന്നനക്കാൻ സാധിക്കുകയില്ല. 4 കാര്യങ്ങൾ. അത് ചോദിച്ച് അതിന് ഉത്തരം കിട്ടിയാലല്ലാതെ കാലുകൾ ചലിപ്പിക്കാൻ കഴിയില്ല, ഒന്ന് അനക്കാൻ പറ്റില്ല. അതിലൊന്ന് വഅൻ ശബാബിഹി ഫീമ അബ്ലാ, യൗവനത്തെ കുറിച്ച് ചോദിക്കും. എന്തിലാണ് തീർത്ത് കളഞ്ഞത്? യൗവനം എന്ന സുദീർഘമായ സുവർണ കാലഘട്ടം എന്തിൽ തീർത്തു? അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കണം. എന്തിലാണ് തീർത്തത്? വെറുതെ തിരിഞ്ഞാൽച്ചാണോ? കുറെ സോഷ്യൽ മീഡിയയിൽ കാലങ്ങൾ കഴിച്ചുകൂട്ടിയതാണോ? എന്തിലാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, എത്ര സമയങ്ങൾ നമ്മൾ വെറുതെ കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. അള്ളാഹുവിനോട് മറുപടി പറയേണ്ടതാണ് ആ സമയങ്ങൾക്ക്. അതുകൊണ്ട് നമ്മുടെ യൗവനം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഉമ്മമാർ ഭാവിയിൽ ഇത് കേൾക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. അതൊക്കെ ചെറുപ്പത്തിൽ ഈ യൗവനത്തിലല്ലേ അവർക്ക് കളിക്കാൻ പറ്റുള്ളൂ. കുറച്ചേനിപ്പോൾ ഇതൊക്കെ പറ്റുമോ? നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യുമ്പോൾ ഈ മാതാപിതാക്കളെ ആയിരിക്കും മക്കൾ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ യുവാക്കളല്ലേ, ചെറുപ്പക്കാരല്ലേ, ഒരു തോന്നിയ പോലെ കളിച്ചോട്ടെ പറയരുത്. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. മക്കൾക്ക് തർബിയത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, ഉത്തരവാദിത്വം, അത് നീതി പൂർണ്ണമായി നമ്മൾ നടപ്പിലാക്കിയില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. അത് മതിയായതാണ് അർശിന്റെ തണൽ തടയപ്പെടാൻ. എന്നാൽ ഒരാൾ തന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചാലോ അർശിന്റെ തണലാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഈ കാര്യവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. രക്ഷിതാക്കൾ ചെറുതല്ലേ, ചെറിയ മോനല്ലേ, കുറച്ചേനെ ശരിയാക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ചെറിയ മക്കൾ പോലും ഇന്നലകളുടെ വാർത്തകളിൽ എന്തൊക്കെ നമ്മൾ കണ്ടു. എന്നാലും നമ്മൾ പഠിക്കോ? ഇല്ല. എന്നാലും രക്ഷിതാക്കൾ പഠിക്കുകയില്ല. എന്നാലും വിട്ടുകൊടുക്കും. ഒരു കളിച്ചോട്ടെ, കുറച്ച് കാലം കഴിഞ്ഞാൽ ശരിയാവും. നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നു. പണ്ടിങ്ങനെ ഇല്ലല്ലോ. എന്നാൽ ഇന്നോ സെക്കൻഡുകൾ കൊണ്ട്
നശിച്ചു പോവുകയാണ് കുട്ടികൾ. യുവതലമുറ നേരത്തെ പറഞ്ഞില്ലേ, എങ്ങനെ നശിച്ചു ചോദിക്കേണ്ടതില്ല, എങ്ങനെ നശിച്ചു എന്ന് ചോദിക്കേണ്ടതില്ല. എന്തൊക്കെ രൂപത്തിലാണ് എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇല്ലാത്തത്? എന്താണ് ഇന്നില്ലാത്തത്? വ്യഭിചാരം, ലഹരി, മോഷണം, തോന്നിയവാസം എല്ലാം അരങ്ങ് തകർക്കുകയാണ്. അതിനിടയിൽ സഹോദരങ്ങളെ, ഒരു യുവാവ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. അതുകൊണ്ടാണ് നോക്കൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഷാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി. ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹുവിനുള്ള ഇബാദത്തിന് അള്ളാഹു തൗഫീഖ് നൽകുന്നുണ്ടോ, അതിലായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. അതിലായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കണം. നമ്മളെ യൗവനം എങ്ങനെയാണ് തീർന്നു പോകുന്നത് നമ്മൾ പരിശോധിക്കണം. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. എങ്ങനെയാണ് നമ്മളെ യുവത്വം തീർന്നു പോകുന്നത്? കുറേ നാളുകൾ കഴിഞ്ഞാലാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ സഹോദരങ്ങളെ, ഈ ചുരുങ്ങിയ കാലത്ത് എന്താണ് അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നമുക്ക് പറയാനുള്ളത്? ഒരുപാട് കാലം ജീവിച്ചു, എന്താണ് നമുക്ക് ഉറപ്പുള്ളത്? ഉറപ്പോടുകൂടി ചെയ്തു എന്ന് പറയാൻ നമുക്ക് എന്താണുള്ളത്? അങ്ങനെ ഇരിക്കെ നശിക്കാനുള്ള വാതിലുകൾ മുഴുവനും തുറന്നു കിടക്കെ എങ്ങനെയാണ് നമുക്ക് നിർഭയരായിട്ട് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അലംഭാവം കാണിക്കാൻ നമുക്ക് സാധിക്കുന്നത്? അതുകൊണ്ട് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യൗവനം. അത് റബ്ബിനുള്ള ഇബാദത്തിൽ. ചില ആളുകൾ മക്കൾ അള്ളാഹിൻ്റെ ദീന് നന്നായി മനസ്സിലാക്കി, വസ്ത്രധാരണങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി, നിര്യാണിക്ക് മേലെ ഉടുത്ത് താടിയൊക്കെ നീട്ടി വളർത്തി 5 നേരം കൃത്യമായി മസ്ജിദിലേക്ക് പോകുമ്പോൾ ചില ആളുകൾ പറയും, ഇത് കുറച്ച് കടുപ്പം കൂടുതലാണ്, ഇത് കുറച്ച് കടുപ്പം കൂടുതലാണ്. ഈ പറഞ്ഞ ആളുകൾ തന്നെ പിന്നീട് മക്കൾ നശിച്ചാൽ ഈ കടുപ്പം കൂടിയ ആളുകൾ തന്നെ വരും, ഒന്ന് നന്നാക്കി കൊടുക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ പറഞ്ഞ താടി വെച്ച ആളുകൾ തരും, ഉസ്താദ് ഒന്ന് ഉപദേശിക്കണം, ഒന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ പറഞ്ഞാലേ കേൾക്കുള്ളൂ, നമ്മൾ കുറച്ച് കേൾക്കുന്നില്ല, നമ്മൾ കയ്യിൽ കിട്ടുന്നില്ല. ദീന് പാലിക്കുന്ന മക്കളെ വഴിതെറ്റിക്കുന്ന രക്ഷിതാക്കളുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. ശരിയാണ്, പരിധി വിട്ട് ദീനിൽ ഇല്ലാത്ത ഒരു സ്ട്രോങ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം, പിടിച്ചു വെക്കണം. ദീനിലുള്ള ആ ഒരു കാർക്കശ്യം ദീനിലുള്ളതാണത്. ദീനിലുള്ളതിനെ കടുപ്പാണ് എന്ന് പറഞ്ഞ് പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പിടിച്ചു വലിക്കുക, ഇങ്ങോട്ടും അങ്ങോട്ട്, അങ്ങോട്ടാണ് അങ്ങോട്ട്. ഇങ്ങനെയാണോ ദീൻ? അല്ല, ദീനിൻ്റെതായ നിയമങ്ങളുണ്ട്, നിയമനിർദ്ദേശങ്ങളുണ്ട്. അത് കൃത്യമായി പാലിക്കാൻ കണിശത വേണം. തൗഹീദിന്റെ കാര്യത്തിൽ, അതുപോലെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ, സാമ്പത്തിക വിശുദ്ധിയുടെ കാര്യത്തിൽ. ഇന്നിപ്പോൾ അങ്ങനെയെല്ലാം നോക്കിയാൽ നടക്കുമോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കും. ഇന്നാണ് നോക്കേണ്ടത്. ഇന്ന് നോക്കിയിട്ടില്ലെങ്കിൽ നാളെ നോക്കാൻ ആളുണ്ടാവില്ല, നാളെ നോക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല. ഇന്നലകളിലെ ഇസ്ലാമിൻ്റെ അകത്തുണ്ടായിരുന്ന പലരും ഇന്ന് നിരീശ്വരവാദത്തിലാണ്. നിസ്കരിച്ചിരുന്ന ഇസ്ലാമിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പലരും ഇന്ന് ദീൻ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളും ശ്രദ്ധിക്കണം. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടാമത്തെ വിഭാഗം ഇതാണ്. ഉശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബി. ഒരു യുവാവ് തൻ്റെ റബ്ബിനുള്ള ഇബാദത്തിലായി വളർന്നു വന്നവനാണവൻ. അങ്ങനെയുള്ള ഒരു യുവാവിന്, അള്ളാഹുവിൻ്റെ ദീനിലായി കഴിഞ്ഞുകൂടി അങ്ങനെ വളർന്നു വന്ന യൗവനം കഴിച്ചുകൂട്ടിയ ഒരുവന് അള്ളാഹു നാളെ അർശിന്റെ തണൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ വിഭാഗം വറജുലുൻ, ഒരാൾ, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. അയാളുടെ പ്രത്യേകത, അയാളുടെ ഹൃദയം പള്ളികളുമായി കോർത്തിണക്കപ്പെട്ടതാണ്, ബന്ധിപ്പിക്കപ്പെട്ടതാണ്. എന്താണ് സഹോദരങ്ങളെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? പള്ളിയിൽ നിസ്കാരത്തിന് വന്നു കഴിഞ്ഞാൽ തൻ്റെ ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങിയാലും ചിന്ത പള്ളിയിലായിരിക്കും എന്ന് പറഞ്ഞാൽ, അടുത്ത നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ, ഇബാദത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ
റബ്ബ് സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തിന്റെ കാര്യത്തിലുള്ള ചിന്തയിലായിരിക്കും ഹൃദയം ഉണ്ടാവുക. അതാണ് പള്ളിയുമായി ഖൽബ് കോർത്തിണക്കപ്പെട്ട യുവാവ് എന്ന് പറഞ്ഞാൽ. നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെയും ചിന്ത പള്ളിയിൽ, അടുത്ത നിസ്കാരത്തിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഇബാദത്തുമായി അങ്ങനെ പള്ളിയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം, ഇത് സഹോദരങ്ങളെ വലിയ തൗഫീഖാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ റിജാലുൻ, പുരുഷന്മാരെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരിക്കുന്നു. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാഹ്. ചില പുരുഷന്മാർ, എന്താണ് അവരുടെ പ്രത്യേകത? തങ്ങളുടെ കച്ചവടമോ തങ്ങളുടെ വിൽപ്പനയോ വാങ്ങലോ ഇതൊന്നും അള്ളാഹുവിനുള്ള ദിക്റോ നിസ്കാരം നിലനിർത്തലോ അവരെ അശ്രദ്ധയിലാക്കി കളയുകയില്ല. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്, ചില പുരുഷന്മാരുണ്ട്. ആ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. അതാണ് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ് എന്ന് പറഞ്ഞാൽ. തങ്ങളുടെ കച്ചവടമാകട്ടെ, മറ്റു കാര്യങ്ങളാവട്ടെ, എന്താവട്ടെ, ദുനിയാവിൻ്റെ എന്തു കാര്യമാവട്ടെ, അതൊന്നും അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നിന്ന് അയാളെ അശ്രദ്ധയിലാക്കുന്നില്ല. നിസ്കാരം കുറച്ചിട്ട് നിസ്കരിക്കാം ഇല്ല, നിസ്കാരത്തിന് ബാങ്ക് വിളിക്കപ്പെടുമ്പോൾ മസ്ജിദിലേക്ക് ഓടി വരുന്ന ഒരു സാഹചര്യം, പള്ളിയിലേക്ക് വരുന്ന സാഹചര്യം, അതാണ്. അത്തരം ആളുകളെ അള്ളാഹു റിജാൽ എന്നാണ് പറഞ്ഞത്, പുരുഷന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റജുലുൻ, പുരുഷൻ എന്നാണ് പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇതാണ് യഥാർത്ഥത്തിലുള്ള പുരുഷത്വം. പൗരുഷം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ സാധാരണ നല്ല മീശയും താടിയും മസിലും ശരീരമൊക്കെ ഉള്ള ആളാണ് ഒത്തിണങ്ങിയ ഒരു പുരുഷൻ എന്ന് പറയാറുള്ളത്. അവൻ ആണാണ് എന്ന് പറയും, അവൻ പുരുഷനാണെന്ന് പറയും. യഥാർത്ഥത്തിൽ അള്ളാഹു വിശേഷിപ്പിച്ച പുരുഷനാരാണ്? ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളിക്കപ്പെടുമ്പോൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ സാധിക്കുന്നവനാണ് പുരുഷൻ. അവിടെയാണ് അവന്റെ രുജൂലത്ത്, അവന്റെ പൗരുഷം വെളിപ്പെടുന്നത്. അല്ലാതെ എത്ര മസിലുണ്ടായിട്ടും എത്ര പൊക്കുണ്ടായിട്ടും എത്ര സൗന്ദര്യമുണ്ടായിട്ടും എന്തുണ്ടായിട്ടും ബാങ്ക് വിളി കേൾക്കുമ്പോൾ തിരിഞ്ഞടക്കുകയാണോ? പൗരുഷം ശരിയായിട്ടില്ല. അതല്ല പൗരുഷം. പേരില് പുരുഷനൊക്കെ ആയിരിക്കും, പക്ഷെ അള്ളാഹു പറഞ്ഞ പുരുഷൻ ആണ് ഇവിടെ വിഷയം. ആള് ആണ് തന്നെ ആയിരിക്കും, ആണ് തന്നെ ആയിരിക്കും, പുരുഷനൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ നമുക്ക് അവകാശപ്പെടാൻ, അതല്ലെങ്കിൽ നമുക്ക് പൊങ്ങച്ചം പറയാൻ ഉള്ള പൗരുഷം ആയിട്ടില്ല. അള്ളാഹു പുകഴ്ത്തിയ പുരുഷന്മാരെന്നാൽ ഇതാണ്. അതാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞ മൂന്നാമത്തെ വിഭാഗം. സഹോദരങ്ങളെ, നിസ്കാരം എന്നത് നമ്മുടെ ഷഹാദത്ത് കഴിഞ്ഞാൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റെന്ത് കാര്യങ്ങളും ഇതിന് ശേഷമായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിസ്കാരം അശ്രദ്ധയായിക്കൊണ്ട് നിസ്കരിക്കുന്നവർക്ക് താക്കീതുകളുണ്ട്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, എല്ലാവർക്കും ഹിഫ്ളുള്ള ആയത്താണ്. നിസ്കാരക്കാർക്ക് നാശം. എങ്ങനെയുള്ള നിസ്കാരക്കാരാണ്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, തങ്ങളുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ അശ്രദ്ധരാണ്. എന്താണ് അശ്രദ്ധരാണെന്ന് പറഞ്ഞാൽ? സമയം തെറ്റിക്കുക, നിസ്കാരത്തിന്റെ നിബന്ധനകളും നിസ്കാരത്തിൽ അടങ്ങിയിട്ടുള്ള നിർബന്ധ കാര്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും തെറ്റിക്കുക ഒക്കെ അതിൽപ്പെടും. അതിലൊക്കെ ഒരാൾ അശ്രദ്ധ കാണിച്ചാൽ അങ്ങനെ നിസ്കരിക്കുന്ന ഒരുവന് നാശം എന്നാണ്. പേരിന് കൈകെട്ടിയിട്ടുണ്ടാവും, കുറെ നിസ്കരിക്കുന്നുണ്ടാവും, തലകുത്തി മറിയുണ്ടാവും. അതല്ല നിസ്കാരം. നിസ്കാരത്തിന്റെ സമയം, നിസ്കാരത്തിന്റെ നിബന്ധനകൾ, നിസ്കാരത്തിന്റെ അകത്തുള്ള അർക്കാനുകൾ, നിർബന്ധ കാര്യങ്ങൾ, റുകൂഉം സുജൂദും തുമഅനീനത്തോടുകൂടി അടക്കത്തോടെ ഒതുക്കത്തോടെ നിസ്കരിക്കലാണ് യഥാർത്ഥ നിസ്കാരം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺകുളിർമയായിരുന്നു നിസ്കാരം. അവിടുന്ന് പറഞ്ഞില്ലേ, വജുഇലത് ഖുർറതു ഐനി ഫി സ്വലാത്തി, എൻ്റെ കൺകുളിർമ നിസ്കാരത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അവിടുന്ന് ആശ്വാസം കണ്ടെത്തിയിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പറയും, യാ ബിലാൽ
അല്ലയോ ബിലാലെ അഖിമിസ്സലാ, നിസ്കാരത്തിനോട് ഇഖാമത്ത് വിളിക്കൂ, അരിഹ്നാ ബിഹാ, നിസ്കാരം കൊണ്ട് നമുക്ക് സമാധാനം കിട്ടട്ടെ. നിങ്ങൾ അവിടത്തേക്ക് സമാധാനമായിരുന്നു, നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. നിസ്കാരത്തിന് കൈകെട്ടിയാലും ഫോൺ പേയിൽ പൈസ വരും, ദാ വന്നിരിക്കുന്നു 150, വന്നിരിക്കുന്നു 1500. നമ്മൾ വിചാരിക്കും ആരാ ഇത് അയച്ചത്? ഇതാണ് ഇന്നത്തെ നമ്മുടെ നിസ്കാരം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥയാണിത്. ബാക്കിയുള്ള ആൾ ആലോചിക്കും, അവന് പൈസ വരുന്നുണ്ടല്ലോ, നമുക്കിത് വരുന്നില്ലല്ലോ. ഇതാണ് ഇന്നത്തെ നിസ്കാരത്തിന്റെ അവസ്ഥ. കുറ്റം പറയുന്നല്ല, ഒരാൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ലെങ്കിൽ അത് ശബ്ദം ഉണ്ടാക്കും. സൂചിപ്പിച്ചാണ് ഇതാണ് നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ. നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് കൺകുളിർമ എങ്ങനെയാണ് കിട്ടുക? നിസ്കരിക്കാൻ വരുന്ന തന്നെ ഇപ്പൊ വരുന്നിട്ട് നിസ്കരിക്കുക. നമ്മൾ ചിന്ത അതായിരിക്കും, ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണം, മറ്റുള്ള കാര്യങ്ങൾ ഇതായിരിക്കും നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ. അതുകൊണ്ടാണ് നമുക്ക് കൺകുളിർമ കിട്ടാത്തത്. നിസ്കാരം കൊണ്ട് എന്തെങ്കിലും നമുക്ക് കൺകുളിർമ കിട്ടിയിട്ടുണ്ടോ? നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കണം. ഇത്ര കൊല്ലമായി നമ്മൾ നിസ്കരിക്കുന്നു. ഒരു 35-40 വയസ്സുള്ള ഒരാൾ ഒരു 10 വയസ്സ് മുതൽ നിസ്കരിച്ചു തുടങ്ങിയാൽ ഏതാണ്ട് ഒരു 25-30 വർഷം നിസ്കരിച്ചു. 25 വർഷങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു സമാധാനം, ഒരു കൺകുളിർമ നിസ്കരിച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ? നമ്മൾ പരിശോധിച്ച് നോക്കും. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ ദുനിയാവിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് നല്ല ചായ എവിടുന്ന് കുടിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ഇന്ന സ്ഥലത്ത് നിന്ന് കുടിച്ചിട്ടുണ്ട്. നല്ല ഭക്ഷണം കഴിച്ചിട്ട് സമാധാനം കിട്ടിയ എത്ര ഹോട്ടൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്നാൽ 5 നേരത്തെ നിസ്കാരങ്ങളിൽ നമുക്കൊരു റാഹത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ പുനഃപരിശോധിച്ചാൽ മാർക്ക് 0 ആയിരിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ഖൽബ് മസ്ജിദുകളുമായി, അഥവാ റബ്ബിനുള്ള ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് മസ്ജിദിൽ ഇരിക്കേണ്ടത്. അല്ലെങ്കിൽ മസ്ജിദത്ത് പുറത്തേക്ക് പോയാൽ നമ്മുടെ ഹൃദയം ഉണ്ടാവേണ്ടത്. അങ്ങനെ നമ്മുടെ ഖൽബ് പള്ളിയുമായി ബന്ധപ്പെടുക എന്നതാണ്. പള്ളി തന്നെ ഒരു പണിക്കും പോകാതെ ഇരിക്കുക എന്നല്ല ഈ പറഞ്ഞത്. പള്ളിയിൽ വന്നാൽ പുറത്തേക്ക് പോകും, പക്ഷെ ചിന്ത അടുത്ത ഇബാദത്തിന്റെ കാര്യമായിരിക്കും, നിസ്കാരത്തിന്റെ കാര്യമായിരിക്കും, മറ്റുള്ള കാര്യങ്ങളിലായിരിക്കും. അത് അള്ളാഹു ഒരാളെ ആദരിക്കുന്നതാണത്, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണത്. അത്തരം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല യാതൊരു തണലുമില്ലാത്ത ദിവസത്തിൽ തണലിട്ട് നൽകും എന്നുള്ളതാണ്. 4ാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലാൻ, 2 ആളുകൾ, 2 പുരുഷന്മാർ, തഹാബ്ബാ ഫില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചു. ഇജ്തമഅ അലൈഹി, അതിന്റെ പേരിൽ അവർ ഒരുമിച്ചുകൂടി. വതഫറഖാ അലൈഹി, അങ്ങനെ ഇരിക്കെ അവർ വേർപിരിയുകയും ചെയ്തു. സഹോദരങ്ങളെ, 4ാമതായി അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലാനി തഹാബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖാ അലൈഹി, 2 പേർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ചു, അതിനുവേണ്ടി അവർ ഒരുമിച്ചുകൂടി, അതിലായിരിക്കെ അവർ മരണപ്പെട്ടുപോയി, അതല്ലെങ്കിൽ അവർ വേർപിരിഞ്ഞു. ഇത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിലെ വളരെ അറിയപ്പെട്ട ബലവത്തായ ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔസഖു ഉറൽ ഈമാൻ, ഈമാനിൻ്റെ ബലവത്തായ പാർശ്വത്തിൽ കയറിൽപ്പെട്ടതാണ് അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹവും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള വെറുപ്പും. നമ്മുടെ സ്നേഹം റബ്ബിൻ്റെ പേരിലായിരിക്കണം, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. നമുക്കൊരാളോട് അനിഷ്ടം തോന്നുന്നത്, വെറുപ്പ് തോന്നുന്നത് റബ്ബിൻ്റെ പേരിലായിരിക്കണം. ഇതാണ് മാനദണ്ഡം. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാനമായി പറഞ്ഞ നിരവധി ഹദീസുകൾ കാണാം. ഒരാളുടെ ഈമാനിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗള ലില്ലാഹ് വഅഅതാ ലില്ലാഹ് വമനഅ ലില്ലാഹ്, ആരാണോ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നത്,
ആരാണോ അള്ളാഹുവിന് വേണ്ടി വെറുക്കുന്നത്, ആരാണോ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ നൽകുന്നത്, ആരാണോ അതിന്റെ പേരിൽ തടയുന്നത്, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ ഈമാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. നോക്കൂ, ഇവിടെ സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി രണ്ടുപേർ സ്നേഹിക്കുക എന്നത് വലിയ കാര്യമാണ്. നമ്മുടെ സ്നേഹം, നമുക്കൊരാളോട് സ്നേഹം തോന്നുന്നത് റബ്ബിന്റെ പേരിലായിരിക്കണം. ദുനിയാവിന്റെ ഒരു കാര്യത്തിനും ആവരുത്. നമ്മുടെ സ്നേഹം അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. എങ്കിൽ അത് നിലനിൽക്കും. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ പൊതുവെ ഉള്ള ഒരു തത്വമാണ്, വമാ കാന ലില്ലാഹി ദാമ വത്തസല വമാ കാന ലിഗൈരിഹി ഇൻഖതഅ വൻഫസല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഉള്ളതാണോ അത് നിലനിൽക്കുകയും അത് ഒരുമിച്ച് കൂടുകയും ചെയ്യും. അതങ്ങനെ തുടർന്നു പോകും. ഇനി അള്ളാഹുവിന് വേണ്ടിയല്ലെങ്കിലോ ഇൻഖതഅ, അത് മുറിഞ്ഞു പോകും. വൻഫസല, അത് വേർപിരിഞ്ഞു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, നമ്മുടെ സ്നേഹം, പരസ്പരമുള്ള സ്നേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം. അത് മാത്രമേ നിലനിർത്തുകയുള്ളൂ. അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ലാത്ത ഒരു സ്നേഹം എന്നത് ദുനിയാവിൻ്റെ കാര്യങ്ങൾ വന്നാൽ അത് മുറിഞ്ഞു പോകും, ഇല്ലാതായി പോകും. അത് ഒരുപാട് കാലം തുടർന്നു പോവാൻ സാധിക്കുകയില്ല. എന്നാൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ സ്നേഹിച്ചു നോക്കൂ, അതിന് മാധുര്യമുണ്ടാകും. അള്ളാഹു അതിന് പ്രതിഫലം നൽകും. നോക്കൂ, അങ്ങനെ സ്നേഹിച്ച ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അല്ലാതെ അള്ളാഹുവിന് വേണ്ടി അല്ലാതെയാണ് സ്നേഹിച്ചതെങ്കിലോ സൂറത്ത് സുഖ്റൂഫിൽ അതാ അള്ളാഹു താക്കീത് നൽകിയിരിക്കും. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ദുഹും ലിബഅ്ദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. ഉറ്റമിത്രങ്ങൾ അന്നേ ദിവസം പരസ്പരം ശത്രുക്കളായിരിക്കും. ദുനിയാവിൽ നല്ല കൂട്ടുകാരായിരിക്കും, പക്ഷെ ഖിയാമത്ത് നാളിൽ എത്തിയാൽ അവർ ശത്രുക്കളായി മാറും. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴികെ. ആരാണ് മുത്തഖീങ്ങൾ? റബ്ബിന് വേണ്ടി സ്നേഹിച്ചവരൊഴികെ. എനിക്കൊരാളോട് സ്നേഹം റബ്ബിന്റെ പേരിലായിരിക്കണം. ഈമാനുള്ളവരോട്, മുഅ്മിനായ ഒരാളോട് നമുക്ക് സ്നേഹമുണ്ടാവണം. നമ്മുടെ ഈമാനാണത്. അള്ളാഹുവിന്റെ പേരിൽ ആയിരിക്കണം. നമ്മൾ ഒരാളെ വെറുക്കുന്നത് ദീനിന്റെ പേരിലാണ്, അള്ളാഹുവിന്റെ പേരിലാണ്. ഇത് ദീനിന്റെ അടിത്തറയാണ്, ദീനിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, രണ്ടുപേർ സ്നേഹിച്ചത് റബ്ബിനു വേണ്ടി. അവരുടെ ഒരുമിച്ച് ചേരൽ, അവരുടെ ഒരുമിച്ച് കൂടൽ, അവരുടെ സഹവാസം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ. അതിലായിരിക്കെയാണ് അവർ വേർപിരിഞ്ഞു പോയത്. എന്നാൽ ഒരാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ അങ്ങനെ അവർ വിട പറഞ്ഞു. ഖിയാമത്ത് നാളിൽ അള്ളാഹു അർശിന്റെ തണൽ നൽകുമെന്നാണ്. നമ്മുടെ സ്നേഹത്തിന്റെ മാനദണ്ഡം പരിശോധിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണോ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത്? നമ്മൾ പരിശോധിച്ചു നോക്കണം. കാരണം ദുനിയാവിന്റെ കാര്യത്തിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടായാൽ അത് പോയി പോകും, ഇല്ലാതാവും. അതുകൊണ്ടാണ് പറഞ്ഞത് അള്ളാഹുവിന് വേണ്ടി അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകും. മുറിയാതെ നിൽക്കണമെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇഹലോകത്തും പരലോകത്തും രക്ഷപ്പെട്ടു. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, അഞ്ചാമത്തെ വിഭാഗം വറജുലുൻ, ഒരു പുരുഷൻ. ദഅത്ഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ. അയാളെ നല്ല സൗന്ദര്യമുള്ള തറവാടിത്തമുള്ള ഒരു പെണ്ണ് വിചാരത്തിന് വേണ്ടി ക്ഷണിച്ചു. ഫഖാല, അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. തിരിഞ്ഞോടി, അതിന് നിന്നുകൊടുത്തില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് അള്ളാഹു അർശിന്റെ തണൽ നൽകുമെന്ന് ഇവിടെ അറിയിക്കുന്നത് അള്ളാഹുവിനോടുള്ള ഭയപ്പാടാണ്. സഹോദരങ്ങളെ, നമ്മെ തെറ്റുകളിൽ നിന്നും തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരേ ഒരു മാർഗം അള്ളാഹുവിനോടുള്ള ഭയപ്പാടാണ്. ബാക്കി എത്ര ക്യാമറ ഉണ്ടായാലും അതില്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാകും. എന്നാൽ അള്ളാഹു റഖീബാണ്,
അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് തിന്മകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത്, ഇദാ മാ ഖലൗത അദ്ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. നീ എപ്പോഴെങ്കിലും തനിച്ചായാൽ നീ പറയരുത് ഞാൻ തനിച്ചാണ്, ഞാൻ ഒറ്റക്കാണ്, നീ പറയരുത്. മറിച്ച് നീ പറയുക, നിന്റെ കൂടെ റഖീബായ അള്ളാഹു ഉണ്ട്. ഏഴാകാശങ്ങൾക്ക് മുകളിൽ അവന്റെ അർശിന് മുകളിലാണ് അള്ളാഹു ഉള്ളത്. എന്നാൽ അവന്റെ സൃഷ്ടികളുമായി അവൻ അറിവുകൊണ്ടും കഴിവുകൊണ്ടും സമീപത്തൻ. അള്ളാഹു കാണുന്നു, അള്ളാഹു കേൾക്കുന്നു, അള്ളാഹു നിരീക്ഷിക്കുന്നു എന്ന ചിന്ത സഹോദരങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തും. അതുകൊണ്ടാണ് അള്ളാഹു ചോദിച്ചത്, അലം യഅലം ബി അന്നല്ലാഹ യറാ, അറിയുന്നില്ലേ അള്ളാഹു കാണുമെന്ന്? ആരോരും കാണുന്നില്ല, ആരുമില്ല, ഒരാളുമില്ല. അള്ളാഹു കാണും എന്ന ചിന്തയുണ്ടെങ്കിൽ നമ്മളത് രക്ഷപ്പെടുത്തും. നോക്കൂ, ഇവിടെ ഒരാൾ അയാളെ വിളിച്ച ആളാരാണ്? സ്ത്രീയാണ്. ഒരു സ്ത്രീ വ്യഭിചാരത്തിന് വിളിക്കുന്നു, ചില്ലറക്കാരിയല്ല. പിന്നെയോ ദാതു മൻസിബ്, കുലമഹിമയുള്ള തറവാടിത്തമുള്ള പെണ്ണാണ്. അങ്ങനെ ഇങ്ങനെയും പോകുന്ന സ്ത്രീകളല്ല. പിന്നെയോ ജമാൽ, സൗന്ദര്യവുമുണ്ട്. ഇതൊക്കെ ഒരുമിച്ച് വന്നിട്ടും ഇന്നി അഖാഫുല്ലാഹ് എന്ന് പറയാൻ ഒരാൾക്ക് സാധിക്കുക എന്നത് നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ ഇച്ഛ, തൻ്റെ ദേഹേച്ഛ, തൻ്റെ ആഗ്രഹം അത് റബ്ബിന് വേണ്ടി മാറ്റിവെച്ചാലല്ലാതെ ഒരാൾക്കത് പറയാൻ സാധിക്കുകയില്ല. ഇന്ന് സഹോദരങ്ങളെ, എത്ര ആളുകളാണ് പെട്ടുപോയിട്ടുള്ളത്. നേർക്കുനേരെ വിചാരത്തിലേക്ക് എത്തിയതും അല്ലാത്തതുമായ എത്ര വൃത്തികെട്ട കഥകളാണ്, കാര്യങ്ങളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വാർത്താ മാധ്യമങ്ങൾ തുറന്നാൽ പലപ്പോഴും ഇത് തന്നെയാണ് കേൾക്കാനുള്ളത്. യുവാക്കളിലും യുവതികളിലും ധാരാളമായി. എത്രയാണ് ഇന്നത് വളരെ നിസാരവൽക്കരിച്ചിരിക്കുന്നു. പഴയ കാലത്തൊക്കെ പേടിയുണ്ടായിരുന്നു. ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ഇങ്ങനെ നിന്ന് സംസാരിക്കുക എന്നത് വളരെ പേടിയോടുകൂടിയായിരുന്നു അവരും മറ്റുള്ളവരും കണ്ടിരുന്നത്. എന്നാൽ ഇന്നോ നിസാരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കോളേജുകളിൽ പഠിക്കുന്നവർ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ, ഓടി അകലാൻ സാധിച്ചാൽ സഹോദരങ്ങളെ, ദുനിയാവിലെ നൈമിഷികമായ സുഖങ്ങൾക്കപ്പുറത്തേക്ക് കാത്തിരിക്കുന്നത് അർശിന്റെ തണലാണ്. ദുനിയാവിൽ നൈമിഷികമായ സുഖങ്ങൾ ഉണ്ടാകും, പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ തീരാത്ത വേദനകളും ദുഃഖങ്ങളുമായിരിക്കും. എത്ര കഥകളുണ്ട്. ചെയ്യുമ്പോൾ നല്ല താല്പര്യത്തോടെയും നൈമിഷികമായ സുഖങ്ങൾ ആലോചിച്ചുകൊണ്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പിന്നീട് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളും പാപഭാരവും ചുമക്കാൻ കഴിയാതെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ, ജീവിതം ഇല്ലാതാക്കി കളഞ്ഞ എത്ര ആളുകളുണ്ട്. ഇതുപോലെയുള്ള പാപഭാരങ്ങളിലായി ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. എത്ര ആളുകൾ. നമ്മളൊന്ന് യുവാക്കളിലേക്ക് ഇറങ്ങി നോക്കണം. എത്ര കഥകളാണ്. മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം കാണാം. ഒരു അറാബിയത്തായ ഒരു പെണ്ണിനെ മരുഭൂമിയിലേക്ക് വിളിച്ചു വ്യഭിചാരത്തിന് വേണ്ടി. അപ്പോൾ ആ പെണ്ണ് ചോദിച്ചു, ആരെങ്കിലും കാണൂലേ, ഒരാളെ നിനക്ക് പേടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഒരാളും കാണാത്ത, നക്ഷത്രങ്ങളല്ലാതെ മറ്റാരും നമ്മെ കാണാത്ത ഒരു മരുഭൂമിയിലേക്കാണ് ഞാൻ വിളിക്കുന്നത്. പെണ്ണ് തിരിച്ചു ചോദിച്ചു, എന്നാണ് വഅൈന മുകൗകിബുഹ, ഈ പറഞ്ഞ ആ നക്ഷത്രങ്ങളുണ്ടല്ലോ, ആ നക്ഷത്രങ്ങളെ സംവിധാനിച്ചവനായ അള്ളാഹു അവനില്ലേ? നോക്കൂ നിങ്ങൾ ആ ചിന്ത സഹോദരങ്ങളെ. ഇന്നി അഖാഫുല്ലാഹ് എന്ന വാക്കാണത്. അതാണ് നമ്മെ രക്ഷപ്പെടുത്തുക ഏത് തിന്മയിൽ നിന്നും, പ്രത്യേകിച്ച് ഈ മ്ലേച്ഛതയിൽ നിന്ന്, വൃത്തികേടിൽ നിന്ന്. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹമാണ് നമുക്ക് ഏറ്റവും നല്ല മാതൃക. അദ്ദേഹം അപരിചിതനായ, തൻ്റെ നാട്ടിലല്ലാത്തൊരു സ്ഥലത്താണ്. പലപ്പോഴും ആളുകൾ അവനവൻ്റേതല്ലാത്ത സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ എന്ത് തെറ്റും ചെയ്യാൻ സന്നദ്ധനായി തീരും. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത്, യാ ഗരീബ് കുൻ അദീബ്,
അല്ലയോ അപരിചിതനായ മനുഷ്യ, നീ അദബുള്ളവനാവുക. നിന്റെ നാട്ടിലല്ലെങ്കിലും നീ അദബ് കാണിക്കണം, മര്യാദ ഉള്ളവനാവണം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നാട്ടിലല്ല, ആരും കാണുന്നില്ല. ആ കൊട്ടാരത്തിൽ അതിൻ്റെ വാതിലുകളെല്ലാം അടക്കപ്പെട്ടിരിക്കുന്നു. നല്ല കുലമഹിമയുള്ള സൗന്ദര്യമുള്ള ഒരു പെണ്ണ് എന്തിനും തയ്യാറായി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മആദല്ലാഹ്, അല്ലാഹുവിൽ അഭയമെന്നാണ്. നമുക്കിത് പറയാൻ സഹോദരങ്ങളെ സാധിക്കണം. ആരെങ്കിലും കുടുങ്ങി വന്നിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. തിരിച്ചായാലും പെൺകുട്ടികൾ, സ്ത്രീകൾ ഹറാമിൻ്റെ വാതിൽ അതിൽ നിന്ന് ഓടി അകലാൻ ശ്രദ്ധിക്കണം. മആദല്ലാഹ്, അല്ലാഹുവിൽ അഭയം എന്ന് പറയാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. ഈ വ്യഭിചാരം എന്ന തിന്മയുടെ പ്രശ്നം സഹോദരങ്ങളെ, അത് സംഭവിച്ചു പോയാൽ, ഒരിക്കൽ അത് സംഭവിച്ചു പോയാൽ പിന്നെ എത്ര കഴുകി കുളിച്ചാലും ആ ഒരു കേട്, ആ ഒരു കറ പോവില്ല. ബാക്കിയുള്ളത് പോലെയല്ല. ബാക്കിയുള്ള തിന്മകൾ പലതുമുണ്ട്, പക്ഷെ ഇത് സംഭവിച്ചാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. കട്ടത് തിരിച്ചു കൊടുത്താൽ പ്രശ്നം കഴിഞ്ഞു. പക്ഷെ ഇത് സംഭവിച്ചു പോയാൽ തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. സംഭവിച്ചതാണ്, കഴിഞ്ഞു. ഒരു കന്യകയുടെ ചാരിത്രം അത് നഷ്ടപ്പെട്ടു. ഒരു യുവാവിൻ്റെ നല്ല ഒരു കാലം തീർന്നു, കഴിഞ്ഞു. അതുകൊണ്ട് വളരെ ഗൗരവമാണ്. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിൻ്റെ തണൽ അറിയിച്ചു തന്നത്. ഈ പറഞ്ഞ വിളി കേട്ടിട്ടും അതിന് കീഴൊതുങ്ങാതെ രക്ഷപ്പെട്ടാൽ അർശിൻ്റെ തണലുണ്ട്. ദുനിയാവിലെ നൈമിഷികമായ സുഖങ്ങൾക്കപ്പുറത്തേക്ക് എരിപൊരി കൊള്ളുന്ന ആ ചൂടിൻ്റെ സമയത്ത് റബ്ബ് അർശിൻ്റെ തണൽ നൽകുക എന്നത് ഈ പറഞ്ഞ സുഖങ്ങൾക്കെല്ലാം അപ്പുറത്തേക്കാണ്. അതും ഒരു സുഖമേ അല്ല. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളാണ്. വിശദീകരിച്ചാൽ ധാരാളം വിശദീകരിക്കേണ്ട ഭാഗമാണത്. ആറാമത്തെ വിഭാഗം സഹോദരങ്ങളെ, വറജുലുൻ, ഒരു മനുഷ്യൻ, തസദ്ദഖ ബിസദഖത്തിൻ, അയാൾ ഒരു സ്വതക്ക നൽകി, ഫഅഖ്ഫാഹ, അത് ഗോപ്യമാക്കി, ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, എത്രത്തോളം അയാളുടെ വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാത്ത രൂപത്തിൽ, അത്രയും രഹസ്യമായിട്ട്. സഹോദരങ്ങളെ, ഇതായിരിക്കണം നമ്മുടെ സ്വതക്ക. ഇങ്ങനെ നമുക്ക് നൽകാൻ സാധിച്ചാൽ വലിയ കാര്യമാണത്. ഇന്നെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന കാലഘട്ടമാണ്. നമ്മുടെ മനസ്സറിയാതെ ചിലപ്പോൾ പറഞ്ഞു, ഞാൻ കൊടുത്തത് ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ, അല്ല ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ, അയാൾ ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ, നമ്മുടെ മനസ്സിലുണ്ടാവരുത്. കൊടുത്താൽ നമ്മുടെ ഇടത്തെ കൈ പോലും അറിയാത്ത രൂപത്തിൽ കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ കൊടുക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ ഇതാണ് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. മുൻഗാമികളുടെ ചരിത്രത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. അവർ രാത്രികളിൽ പോയി സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണ വിഭവങ്ങളും വസ്ത്രങ്ങളും ഒക്കെ അവരുടെ വീടിൻ്റെ മുന്നിൽ വെച്ചു കൊടുക്കും. കൊടുത്തതാരാന്നറിയില്ല. കൊടുത്തതാരാണെന്നറിയാത്ത രൂപത്തിലാണ് അവർ സ്വതക്കകൾ നൽകിയിരുന്നത് എന്ന് വേറെ ചില ആളുകളെ കുറിച്ച് പറഞ്ഞതായി കാണാം. ഫക്കീറായ സാധുവായ ആളുകളുടെ കടയിലേക്ക് സാധനം വാങ്ങാൻ പോകും, ആവശ്യമുണ്ടായിട്ടൊന്നല്ല. എന്നാൽ ഒരു 10 രൂപ പറഞ്ഞ സാധനത്തിന് അവർ 30 രൂപ കൊടുക്കും. അത് വെച്ചോ, നല്ല സാധനമാണ്, അതിന് അത്ര വിലയുണ്ട്, വില മതിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇയാൾക്കൊരു പ്രയാസമില്ലാത്ത രൂപത്തിൽ കൊടുക്കുന്ന സ്വതക്കയാണ് അധികമാണ്. പക്ഷേ ആ രൂപത്തിൽ കൊടുക്കുന്ന ആളുകളുണ്ട്. നോക്കൂ നിങ്ങൾ, സ്വതക്ക കൊടുക്കുന്ന രൂപങ്ങളാണിത്. സഹോദരങ്ങളെ, ചെറുതായാലും നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ സ്വദഖ, തസദ്ദഖ ബിസദഖത്തിൻ നക്കിറയായിട്ടാണ്, അഥവാ അസ്വദഖ എന്നല്ല, അലിഫ്ലാം ഇല്ലാതെ നക്കിറയായിട്ടാണ് വന്നിട്ടുള്ളത്. അറബി ഭാഷയിലെ ചർച്ചയാണത്. അലിഫ്ലാം ഇട്ടിട്ട് അസ്വദഖ എന്നും വരും, അല്ലെങ്കിൽ അലിഫ്ലാം ഇല്ലാതെ സ്വദഖ എന്നും വരും. അങ്ങനെ വന്നാൽ അത് എന്തുമാകാം, എത്രയുമാവാം. ഒരാൾ ഒരു ചെറിയ സ്വദഖയാണ് കൊടുത്തത്, അയാൾ മറച്ചു വെച്ചു, ഇടത്തെ കൈ പോലും അറിയാത്ത രൂപത്തിലാണ് കൊടുത്തത് എങ്കിൽ അയാൾ ഈ പറഞ്ഞ ശ്രേഷ്ഠതക്ക് അവകാശിയാണ്, അർഹനാണ്. നോക്കൂ നിങ്ങൾ, എത്ര മഹത്തരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, സബഖ
ദിർഹമുൻ മിഅത അൽഫ്. ഒരു ദിർഹം എന്നത് 1,00,000 മറികടന്നിരിക്കുന്നു. 2 ദിർഹമുള്ള ഒരാൾ 1 ദിർഹം എടുത്തിട്ട് സ്വതക്ക കൊടുത്തു. കുറേ ഉള്ള ഒരാൾ 1,00,000 എടുത്തു കൊടുത്തു. അള്ളാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠതയുള്ളത് ഈ 1 ദിർഹമിനാണ്. കാരണം എന്താ? ഇദ്ദേഹം ദാരിദ്ര്യം ഭയപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കെ കൊടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും കുറേ ഉള്ള ആളാണ് സ്വതക്ക കൊടുക്കുന്നത്. അല്ല, ഇല്ലാത്ത സാധാരണക്കാർക്കും നമുക്ക് പറ്റുന്ന കൊടുക്കാം. 10 രൂപയാണോ അള്ളാഹുവിൻ്റെ അടുക്കൽ ചിലപ്പോൾ 1,00,000-നേക്കാൾ ശ്രേഷ്ഠമായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ. എത്രയും ആവാം, എത്രയും കൊടുക്കാം. കുറേ ഉണ്ടെങ്കിൽ കുറേ ആവട്ടെ, ഇനിയും ആവട്ടെ, കാത്തിൽക്കേണ്ടതില്ല, ഉള്ളത് കൊടുക്കാം. 7ാമത്തെ വിഭാഗം സഹോദരങ്ങളെ, അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വറജുലുൻ, ഒരു മനുഷ്യൻ, ദക്കറല്ലാഹ ഖാലിയൻ, അയാൾ ഒഴിഞ്ഞിരുന്നു കൊണ്ട് ആരോരുമില്ലാത്ത സമയത്ത് അള്ളാഹുവിനെ ഓർക്കുകയും ഫഫാദത് ഐനാ, അയാൾ കരയുകയും ചെയ്തു. അഥവാ ആളുകളുടെ മുന്നിൽ നിന്നല്ല, ഒറ്റക്ക്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ തഹജ്ജുദിന്റെ സമയത്തായിരിക്കാം, രാത്രിയിൽ അന്ത്യയാമങ്ങളിൽ ആരോരുമില്ലാത്ത സമയത്തായിരിക്കാം, ആരോരും കാണാത്ത സമയത്ത് തൻ്റെ റബ്ബിനെ ഓർത്തു, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തു, അവൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ഓർത്തപ്പോൾ ഒരു മനുഷ്യന് കരഞ്ഞു. അത് ഈ ശ്രേഷ്ഠത ലഭിക്കാൻ കാരണമാണ്. അതല്ലെങ്കിൽ ഒരാൾ തൻ്റെ ന്യൂനതകൾ ഓർത്ത്, അള്ളാഹു എനിക്ക് ഇത്രയും നിഅമത്തുകൾ തന്നു, പക്ഷെ ഞാൻ എത്ര തെറ്റുകളാണ് അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്നത്, എൻ്റെ തിന്മകളാണല്ലോ റബ്ബേ എന്നാലോചിച്ച് ഒരാൾ കരഞ്ഞുപോയി. ഇങ്ങനെ ഏതർത്ഥത്തിലായാലും തൻ്റെ റബ്ബിനെ ഓർത്ത് ഒറ്റക്കിരുന്ന് കണ്ണുകൾ നനഞ്ഞാൽ, കണ്ണുകൾ ഈറനണിഞ്ഞാൽ പരലോകത്ത് അർശിൻ്റെ തണൽ ലഭിക്കും. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് നമുക്ക് കരയാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ കണ്ണുകൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് നിറഞ്ഞ ഒരവസ്ഥ എപ്പോഴായിരിക്കും നമ്മൾ കരഞ്ഞിട്ടുണ്ടാവുക? എത്ര ആയത്തുകൾ, അള്ളാഹുവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടുപോകുന്നു, നമ്മുടെ കണ്ണുകൾ നിറഞ്ഞോ? ചിന്തിക്കണം. ദുനിയാവിനോട് ചിലപ്പോൾ നമ്മൾ കരയും, ദുനിയാവിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടും ദുനിയാവിലെ വേദനകൾ ആലോചിച്ചിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ കരഞ്ഞു പോകും. അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച്, നമ്മുടെ പോരായ്മകൾ ആലോചിച്ച് നമുക്ക് കരയാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ കണ്ണുകൾ ആ സമയത്ത് നിറയുന്നുണ്ടോ? ചിന്തിച്ചു നോക്കണം. വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരാളുടെ കൽബ് പടക്കുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. അത് ഹൃദയത്തിൻ്റെ നൈർമല്യമാണ് അറിയിക്കുന്നത്. നമുക്ക് പലപ്പോഴും നമ്മുടെ കണ്ണുകൾ നിറയാത്തത് നമ്മുടെ ഹൃദയങ്ങൾ പാറക്കല്ല് പോലെ ഉറച്ചതുകൊണ്ടാണ്. നമുക്ക് അടിയിട്ടാൽ പോലും കരച്ചിൽ വരില്ല ചില ആളുകൾക്ക്. അങ്ങനെ ഉണ്ടല്ലോ, ദുനിയാവിലെ വേദന കിട്ടിയാൽ പോലും ചില ആൾക്കാർ വടി പോലെ അടിച്ചു പോകും. കരയാൻ സാധിക്കുക എന്നത് സഹോദരങ്ങൾ ആളുകളെ കാണിക്കുക. നമുക്ക് ഇതെപ്പോഴാണ് ആളുകൾ ഇങ്ങനെ കാണുക, കരയാന്നല്ല, അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് ഒരാൾക്ക് കരച്ചിൽ വരും. ഒറ്റക്ക്, ഒരാളുമില്ല, ഒരാൾ കാണുന്നില്ല, കാണാനൊട്ട് സാധ്യതയുമില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഖാലിയൻ എന്ന് പറഞ്ഞാൽ തീർത്തും ഒറ്റക്കാണ്. നമ്മൾ പറഞ്ഞാലല്ലാതെ വേറെ ആരും അറിയില്ല. അതാണ് ആ സന്ദർഭം. നമ്മൾ പറയണം, എന്നാലേ ഒരാൾ അറിയുള്ളൂ. അതാണ് ഖാലിയൻ എന്ന് പറഞ്ഞാൽ. ഒരാളുമില്ലാത്ത സമയത്ത് എന്തൊക്കെ നമുക്ക് ആലോചിക്കാനുണ്ട്. അത് പറഞ്ഞില്ലേ, അവിടെ ന്യൂനതകൾ ധാരാളമുണ്ട്, കുറവുകൾ. അതിനെക്കുറിച്ച് ആലോചിച്ചാൽ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ മരിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? മുഅ്മിനീങ്ങൾ അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞ എന്താണ്? വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജ്ലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. മുഅ്മിനീങ്ങൾ അവർ അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുമ്പോൾ അഥവാ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് ഉറക്കുമെന്നാണ്. തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോവേണ്ടതാണല്ലോ, അള്ളാഹു മരിച്ചു പോവല്ലോ എന്നാലോചിച്ച് നന്മകൾ ചെയ്യുമ്പോഴും അവർ ബേജാറിലായിരിക്കും. നമുക്ക് നന്മകൾ ചെയ്യുമ്പോൾ നിർഭയത്വമാണോ തോന്നുന്നത് നമ്മൾ പരിശോധിക്കണം. കാരണം മുഅ്മിനീങ്ങളുടെ അടയാളമല്ലത്. മുഅ്മിനീങ്ങളുടെ അടയാളം എന്നാൽ നന്മകൾ ചെയ്യും, പേടിയുണ്ടാവും. നന്മകൾ ചെയ്യും, പേടിയുണ്ടാവും. അല്ല, നന്മകൾ ചെയ്യുന്നു, നമുക്കൊരു പേടിയില്ല, എങ്കിൽ നമ്മൾ പേടിക്കണം. എങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത്.
കാരണം മഹാനായ താബിഈ അബ്ദുല്ലാഹിബ്നു അബി മുലൈക റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അദ്റക്തു അക്സറ മിൻ 30 സഹാബിയൻ, 30-ലധികം സഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സി, അവരെല്ലാവരും തങ്ങളുടെ സ്വന്തത്തിന്റെ കാര്യത്തിൽ നിഫാഖ് ഭയപ്പെട്ടിരുന്നു. ഞാൻ മുനാഫിഖായി പോവോ എന്ന് സഹാബികൾ പേടിച്ചിരുന്നു എന്നാണ്. നമ്മളോ? നമുക്ക് അങ്ങനത്തെ ഒരു പേടി തന്നെ ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടാവില്ല. സഹോദരങ്ങളെ നോക്കൂ, മുഅ്മിനീങ്ങളുടെ അടയാളം എന്നാൽ നന്മകൾ എത്ര വർദ്ധിപ്പിക്കുന്നോ അത്ര കണ്ട് പേടിയുണ്ടാവും. അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിലിരുന്ന് കരയാൻ തോന്നുക. അപ്പോഴാണ് നമ്മുടെ ഹൃദയം നൈർമല്യമായി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കണ്ണുനീര്, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പുറത്തേക്ക് വരിക. നമ്മുടെ ഹൃദയം അത് നൈർമല്യമായി കഴിഞ്ഞാലാണ്. ഇത് പാറക്കല്ല് പോലെയാണെങ്കിൽ നമ്മുടെ കണ്ണ് നനയൂല. വെള്ളമൊഴിച്ച് നനക്കാന്നല്ലാതെ, ഉതൊടുക്കുമ്പോൾ നനയാന്നല്ലാതെ കരയുക എന്നത് സംഭവിക്കുകയില്ല. അതുകൊണ്ട് നോക്കൂ, 7ാമത്തെ വിഭാഗം എന്നത് വറജുലുൻ, ഒരു മനുഷ്യൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാളത് ഐനാ, അള്ളാഹുവിനെ കുറിച്ച് ഒറ്റക്കിരുന്ന് ആലോചിച്ച് അങ്ങനെ അയാളുടെ കണ്ണുകൾ ഈറഞ്ഞണിഞ്ഞു, അയാൾ കരഞ്ഞുപോയി. സഹോദരങ്ങളെ, ഈ 7 വിഭാഗങ്ങളും അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ 7-ൽ നമ്മളുണ്ടോ? 7ഉം ഒരാളിൽ ഒരുമിക്കുമോ? ഒരുമിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒരാൾ അതിനുവേണ്ടി പ്രയത്നിച്ചാൽ ഈ 7ഉം ഒരാൾക്ക് ലഭിക്കും. 7ഉം ഒരാളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരാൾ അതിനു വേണ്ടി പ്രയത്നിച്ചാൽ. അതുപോലെ പണ്ഡിതന്മാർ ഇവിടെയൊക്കെ റജുലുൻ എന്നാണ് പറഞ്ഞത്. പുരുഷൻ. സ്ത്രീകൾ ഇതിൽ ഉൾപ്പെടുമോ? പുരുഷന്മാർക്ക് മാത്രം പ്രത്യേകമാക്കപ്പെട്ട ഭരണവും അതുപോലെ മസ്ജിദും, ഇത് രണ്ടുമല്ലാത്ത പൊതുവായി ഉള്ള എല്ലാ കാര്യത്തിലും ഒരു സ്ത്രീയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവർ ഇതിനർഹരാണ്, അവർക്കും ഇത് ലഭിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ അവർക്ക് ലഭിക്കും. ഭരണം എന്നത് പുരുഷന്മാർക്കാണ്, സ്ത്രീകൾ ഭരണത്തിൽ ഉണ്ടാവുക എന്നത് പാടില്ല. അപ്പം അതിൽ നിന്നവർ ഒഴിവാണ്. എന്നാൽ അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിലവർ നീതി പാലിച്ചാൽ അവർക്ക് ഈ പറഞ്ഞ ശ്രേഷ്ഠത ലഭിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ മസ്ജിദ് പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്ക് പൊതുവെ അവരുടെ വീടാണ് ഉത്തമം. അതല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം സ്ത്രീകളും ഉൾപ്പെടുമെന്നാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നത് സഹോദരങ്ങളെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ശ്രേഷ്ഠതകൾ ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും പാപങ്ങളും തിന്മകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തുറവിയും ആശ്വാസവും നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.